ഹായ്, ഐ എം എ കെ എം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മാരുതി സുസുക്കി ബലേനോ ഓൾഡ് മോഡലിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഐ എം എ കെ എം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത് നിങ്ങളോടാണ്. എത്ര പേർക്ക് ഈ ഒരു 2006 മോഡൽ ബലേനോ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബലേനോ. കാണാനാണെങ്കിലും ഇതിൻ്റെ പവർ, എനിക്ക് ഇഷ്ടം ഇതിൻ്റെ പവറാണ്. നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് മെയിനായിട്ട് വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഹോണ്ട സിറ്റിയാണ്. ഹോണ്ട സിറ്റി നമ്മുടെ ടൈപ്പ് 2 സിറ്റിയാണ്, നമ്മുടെ VTEC ഉള്ള ആ സിറ്റി. അപ്പോൾ എനിക്ക് സിറ്റീനേക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഈ ബലേനയാണ്. കാരണം ഒന്ന് മെയിനായിട്ട് പവർ, സിറ്റി മെയിനായിട്ട് 1.3, 1.5, 1.5 ലിറ്റർ VTEC, ഇത് 1.6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ വണ്ടി എന്നാ പോക്കാ പോണേന്ന്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കോളേജിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടി ഞാൻ ഡെയിലി കാറുള്ള വണ്ടിയാണ്. എനിക്ക് ഒരു കാറ് മേടിക്കുകയാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഈ വണ്ടി മേടിക്കുകയുള്ളൂ. ഈ വണ്ടി മേടിച്ചിട്ടാണ് ഞാൻ വേറെ വണ്ടിയിലേക്ക് പോവുള്ളൂ. നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറക്കാണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ ചങ്സ് ബ്രോയേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബലേനോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വണ്ടീനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നല്ല പവർ കൂടിയ കാണാൻ നല്ല ലുക്കുള്ള ഒരു JDM സ്പെക്ക് കാറ് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ എനിക്ക് വണ്ടിയായിട്ട് മെയിനായിട്ട് പറയാനുള്ളത്, ഇത് കംപ്ലീറ്റ് ഈ വണ്ടി ഇപ്പോൾ ഞാൻ കാണിച്ച വണ്ടി മെയ്ഡ് ഇൻ ജാപ്പനീസ് സ്പെക്കാണ്. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ജാപ്പനീസ്, എന്ന് വെച്ചാൽ ആ സമയത്ത് കംപ്ലീറ്റ് നമുക്ക് അറിയാമല്ലോ, കംപ്ലീറ്റ് നമുക്ക് ഇമ്പോർട്ടൊക്കെ ചെയ്തുള്ള വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി കംപ്ലീറ്റ് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വണ്ടി ഇഷ്ടമാണ് നിങ്ങൾ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. എത്ര പേർക്ക് ഈ വണ്ടി ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി പറയാം. ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ നല്ല ഇതായിട്ട് പറയാം, നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇനി ഹോണ്ട സിറ്റിയുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. പിന്നെ കണ്ടോ, നിങ്ങൾ എൻ്റെ സ്പെക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. കണ്ടോ ഇതിൻ്റെ മെയിനായിട്ട് ഈ വണ്ടിയുടെ ഈ വണ്ടി ടോപ്പ് സ്പീഡൊക്കെ നിങ്ങൾ നോക്കിയോ, 177 കിലോമീറ്ററൊക്കെയാണ് കണ്ടോ ഇത്. പിന്നെ ഒരു കാര്യം, 1999 തൊട്ട് 2007 വരെ നിലവിലുണ്ടായിരുന്ന ഒരു വണ്ടി കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കണ്ടോ നിങ്ങൾ, 1590 cc ആണ്, 1.6, 90 PS, 95 PS, അത് 6000 RPM. മാക്സിമം ടോർക്ക് കണ്ടോ, 131 Nm ടോർക്ക്, 3000 RPM. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒന്നും വലിയ നമുക്ക് കാര്യമായിട്ടൊന്നും തോന്നില്ല, പക്ഷേ അന്ന് അത് ഒരു വലിയൊരു സംഭവമായിരുന്നു ആ സമയത്ത്. ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, ഇതിന് പവർ കുറവാണോ എന്നാന്നൊക്കെ ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ ധൈര്യമായിട്ട് പറയും, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, അതുപോലെ പവർ കൂടിയൊരു വണ്ടിയാണ് മാരുതി ബലേനോ. നമ്മൾ ഹോണ്ട സിറ്റിയൊക്കെ ഓടിക്കും, ഇപ്പോൾ ഹോണ്ട സിറ്റി ടൈപ്പ് 2 ഒക്കെ ഓടിച്ചവരൊക്കെ പെട്ടെന്ന് ഇതിനകത്തേട്ട് കയറുമ്പോൾ ഓർക്കും, പക്ഷേ ഇതിനാലോ കുറച്ചും കൂടി പവർന്ന് അവർക്ക് തോന്നും. പിന്നെ നമുക്കറിയാമല്ലോ, വലിയ പണികൾ വന്ന ഒരു വണ്ടിയല്ലേ അത്. നിങ്ങൾക്കറിയാമല്ലോ, മാരുതിയുടെ വണ്ടിയാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കിടന്ന് ഓടിക്കോളും, വലിയ പണിയൊന്നും ഉണ്ടാക്കില്ല. പിന്നെ മര്യാദയ്ക്ക് ഓടിക്കണം. ഈ വണ്ടി കൈ കിട്ടിയ ആൾക്കാർ ഒന്നും മര്യാദയ്ക്കൊന്നും ഓടിക്കില്ല, നല്ല കാല് കൊടുത്താൽ ഈ പോകും. കണ്ടോ ഇതിൻ്റെ ലുക്ക് കണ്ടോ നിങ്ങൾ, എനിക്ക് അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ലുക്കാണ് ബേസിക്. ഇപ്പോൾ ഈ വണ്ടി ഒരു കോട്ടിംഗ് ഒക്കെ ചെയ്ത് അലോയൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണത്. പക്ഷേ ആ വണ്ടി നമ്മൾ സാധാരണ നമുക്ക് ഫോട്ടോ കാണുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ഇതിന് ലുക്കൊന്നും ഇല്ലേ എന്നൊക്കെ തോന്നും. പക്ഷേ നേരിട്ട് കാണണം ഗൈസ്, നിങ്ങൾ നേരിട്ട് കണ്ട് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ, ദൈവമേ ഇത്രയും പൊളി വണ്ടിയായിരുന്നു ഈ ബലേനോ. ഈ ബലേനോയായിട്ട് നമുക്ക് ഒരു കമ്പാരിസണും ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഒരു പേര് മാത്രം, ബലേനോ എന്ന് പറഞ്ഞൊരു പേര് മാത്രം ഇപ്പോൾ ഉണ്ടെന്നല്ലാണ്ട് ഈ വണ്ടിയുടെ ആ ഒരു സ്പീഡ്, ആ ഒരു വണ്ടിയുടെ ടോർക്കും പവറും ഒന്നും ഇപ്പോഴത്തെ ബലേനോയ്ക്കില്ല. പിന്നെ ഇതൊരു സെഡാൻ ടൈപ്പാണ്, അതൊരു ഹാച്ച് ബാക്കാണ്. അങ്ങനെ ഒരു വ്യത്യാസമാണ് മെയിനായിട്ട് ഉള്ളത്. പിന്നെ ഈ വണ്ടി ഒരു പ്രത്യേക ഒരു സ്പെക്കാണ്, ഒരു സ്പോർട്സ് കാറൊക്കെ ആയിട്ട് ഒരു സാമ്യമുണ്ട് ഈ വണ്ടി കാണുമ്പോൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തുള്ള സീറ്റിംഗ് പൊസിഷൻ ആയാലും എല്ലാം തന്നെ ഒരു സ്പോർട്സ് കാർ ഫീലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.